തൊട്ടടുത്ത വീടുകൾ ഉരുൾപൊട്ടിയതിൽ നാമാവശേഷമായതിന് ഞെട്ടൽ മാറാതെ നിരവധി കുടുംബങ്ങളുണ്ട് കോഴിക്കോട് വിലങ്ങാട്. കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയതിന് അനുഭവമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുമുള്ളത്. അടിച്ചിപ്പാറയിൽ ഉരുളെടുക്കാതെ അവശേഷിച്ചത് 2-3 വീടുകൾ മാത്രമാണ്. ആ വീടുകളിൽ കഴിയുന്നവരിപ്പോൾ ആ രാത്രിയെപ്പറ്റി പേടിയോടെയാണ് ഓർക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ മഴ പറയുന്നതും എന്ത് ശബ്ദം കേട്ടാലും ആ ഉരുള വരുന്നതെന്നുള്ളതാണ്. ഇടി മുഴങ്ങിയ കൂടെ കല്ലുരുണ്ട് വരുന്നതാണ്. ഞങ്ങളുടെ ജീവന് എന്തോ ഒരു പേടി പോലെയാണ് ഇപ്പം ജീവിക്കാൻ. ഞങ്ങളിങ്ങനെ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മഴ വരുന്നത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെയൊന്നുമല്ല, എൻ്റെ ദൈവമേ ഇനിയും മഴ വരരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്കും ഭയങ്കര പേടിയാണ്. ഉരുൾപൊട്ടി ഒഴുകിയത് വള്ളിയിൽ മോളിയുടെ ഈ വീടിന്റെ ചുമരോട് ചേർന്നാണ്. വീടിന്റെ മുറ്റത്തു നിറയെ ഒഴുകിയെത്തിയ മരക്കഷ്ണങ്ങൾ. വരാന്തയിലിരുന്നാൽ കൺമുന്നിൽ ദുരന്തഭൂമിയാണ്. തങ്കച്ചൻ ചേട്ടന്റെ കുടുംബവും പേടിയോടെയാണ് കഴിയുന്നത്. വീടിനോട് ചേർന്ന വീടുകളാണ് അവശേഷിപ്പുകൾ ഒന്നുമില്ലാതെ ഒഴുകിപ്പോയത്. എൻ്റെ വീടിൻ്റെ 3 സൈഡിൽ കൂടെ ഉരുളായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ 11 പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഭയങ്കര കൂട്ടക്കാർച്ചയായിരുന്നു ഈ ഒച്ച കേട്ടിട്ട്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈഡിൽ കൂടെ ഉരുള വരുന്നത്. ഉരുള വന്ന് നേരം വെളുത്ത് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ഇവിടെ ഇവർക്കിനി താമസിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ പരിഗണന എത്രയും വേഗം ഇവരുൾപ്പെടെയുള്ളവർക്ക് ലഭിക്കേണ്ടതുണ്ട്. വിലങ്ങാട് നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24.